മിഥുന്റെ മരണത്തിൽ അന്തിമ റിപ്പോർട്ട് ഡിഇജി നൽകിയതിനു ശേഷം മന്ത്രി വി ശിവൻകുട്ടി ഉടൻ മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയുന്നത്. എന്ത് നടപടിയായിരിക്കുമെന്നത് മന്ത്രി വിശദീകരിക്കുമെന്ന് മനസ്സിലാക്കുകയാണ്. കാരണം റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ നടപടിയിലേക്ക് നീങ്ങുമെന്ന് നേരത്തെ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. സ്വാഭാവികമായിട്ടും സ്കൂളിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച എന്ന് ഇന്നലെ മുതൽ തന്നെ മന്ത്രി പറയുന്നുണ്ട്. കണ്ടെത്തലും ആ രീതിയിൽ തന്നെയാണ്. നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് സ്കൂളിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട്. അവിടെ അത്തരത്തിലൊരു ഷെഡ് പണിയാൻ പാടില്ലായിരുന്നു എന്നതുൾപ്പെടെയുള്ള വീഴ്ചകൾ സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടിയെടുക്കാനുള്ള ഒരു സസ്പെൻഷനിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നുണ്ട്. സ്കൂളിനെതിരെ മാത്രമായിരിക്കുമോ നടപടി ഉണ്ടാവുക എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. കാരണം അവിടെ ഫിറ്റ്നസ് നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ആരാണ് ഫിറ്റ്നസ് നൽകിയത്, എന്തടിസ്ഥാനത്തിൽ ഫിറ്റ്നസ് നൽകിയെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആരിലേക്കൊക്കെ നടപടി ഉണ്ടാകും എന്നുള്ളതിലും ആകാംക്ഷയുണ്ട്. അല്പസമയത്തിനകം തന്നെ മന്ത്രി മാധ്യമങ്ങളെ കാണും. KR സാജു ചേരുന്നു. സാജു, നടപടിയുടെ വിശദാംശങ്ങളായിരിക്കും മന്ത്രി പറയാൻ പോകുന്നത് അല്ലേ? സമയത്തിനകം തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണും. അപ്പോൾ കൊല്ലത്തെ സ്കൂളിലെ അപകടവുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള നടപടികൾ വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്തിമ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് ഇന്ന് രാവിലെ ലഭിച്ചിട്ടുണ്ട്. അത് പ്രകാരം സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ പ്രധാന അധ്യാപിക അടക്കമുള്ളവർക്ക് വീഴ്ച പറ്റി. സ്കൂളിൽ വർഷങ്ങളായി തന്നെ വൈദ്യുതി ലൈൻ അപകടകരമായ നിലയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു.